ലേറ്റ് എഡിഷനിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇരുട്ടടി. അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും 5 കിലോ സിലിണ്ടറിന് 261 രൂപയുമാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് അപൂർവമാണ്. ഇതോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നു. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ഹോട്ടലുടമകൾ പണിമുടക്കിലേക്ക്. തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില കൂടിയേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പശ്ചിമബംഗാളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ടാം നാൾ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 1000 രൂപയോളം. 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 3085, തിരുവനന്തപുരത്ത് 3106, കോഴിക്കോട് 3117 എന്നിങ്ങനെയാണ് പുതിയ വില. 5 കിലോ സിലിണ്ടറിന് കൂട്ടിയത് 261 രൂപ. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വിലവർധന ഹോട്ടൽ കാറ്ററിംഗ് മേഖലയ്ക്ക് മേലുള്ള ഇടുത്തിയായി മാറി. അപ്പൊ ഇത്രയും മാത്രം വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ പിടിച്ച് കൂട്ടും? ഇപ്പൊ കച്ചവടം ഇല്ലാണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാഫിനെ കുറച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ 15-20 മണിക്കാരുള്ളത് 5-10 മണിക്കാരെ കൊണ്ട് ഇപ്പൊ എല്ലാവരും നടത്തിക്കൊണ്ടുവന്നത്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തന ചിലവ് കുത്തനെ കൂടുമെന്നതിനാൽ ഭക്ഷണവില കൂട്ടാൻ ഹോട്ടലുകാർ നിർബന്ധിതരാകും. വിലവർധനവിനെതിരെ പണിമുടക്കിലേക്ക് കടക്കുകയാണ് ഹോട്ടലുടമകൾ. 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും. എറണാകുളത്ത് IOCയിലേക്ക് മാർച്ച് നടത്തുമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ ഒരു ഇരുട്ടടി തരുന്നതിനെ, ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നുണ്ടാവുന്നതിനെ ഒരു വിധത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിശക്തമായ പ്രതിഷേധം കൊണ്ട് ഈ വരുന്ന 6-ാം തീയതി കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധവും ധർണയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ്. വില കൂടിയതിനെ ന്യായീകരിക്കുന്ന പ്രതികരണമായിരുന്നു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടേത്. ലോകം മുഴുവൻ ഒന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധനവുണ്ടാവും. വിലവർധനവിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം രംഗത്തെത്തി. വല്ലാത്ത പ്രതിസന്ധിയാണ് സാധാരണക്കാരിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ചെറുകിട ഇടത്തരം കച്ചവടക്കാരിലെ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇരുട്ടടിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വില കൂട്ടാനുള്ള പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളുടെ തീരുമാനം. ഈ വർഷം 6-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത്. എന്നാൽ ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമായാണ്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 ഡൽഹി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന അഭ്യൂഹം ശക്തം. LPGക്ക് ശേഷം അടുത്തത് പെട്രോൾ ഡീസൽ വില വർധനമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ എല്ലാ മേഖലയിലും വിലക്കയറ്റമുണ്ടാകുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അവലോകന റിപ്പോർട്ട്. രാജ്യാന്തര വിപണിയിൽ ഇന്ധനവില കൂടിയപ്പോഴും ഇന്ത്യ ജനങ്ങളിൽ ബാധ്യത അടിച്ചേൽപ്പിച്ചില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രതിസന്ധി രൂക്ഷമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളുടെ തകർച്ച ഇന്ധന വിതരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി നീണ്ടുപോയാൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ ഇന്ധന വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. Towards our west, I'm not going to name it, announced a petrol emergency revision on 2nd April. Petrol prices went up by 42.7% and diesel prices by 54.9%. In another country, in India's immediate neighborhood, petrol prices went up in 39.5%, diesel 66.9%. One country first I named is to our west, the other country slightly north. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് മേൽ അമിതഭാരം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമെന്ന വിമർശനം പ്രതിപക്ഷവും ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യാഘാതം സാധാരണക്കാരുടെ പാത്രത്തിൽ പ്രതിഫലിക്കുമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 5% കേന്ദ്രം വർദ്ധിപ്പിച്ചു. അതിനിടെ ഡീസലിന്റെയും വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂർ വേലൂരിൽ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. വെങ്ങലശ്ശേരി സ്വദേശി ഷീല ബെനഡിക്റ്റിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്തെ, വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ഷീല ബെനഡിക്റ്റിന്റെ വീട്ടിൽ വീട്ടുകാർ തന്നെയാണ് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.
എറണാകുളം അങ്കമാലിയിലും തൃശൂർ ഇരിങ്ങാലക്കുടയിലും ആനക്കലിയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. അങ്കമാലി കിടങ്ങൂരിൽ ലോറി ഡ്രൈവർ വിഷ്ണുവും ഇരിങ്ങാലക്കുടയിൽ 2ാം പാപ്പാൻ ശ്രീകുട്ടനുമാണ് മരിച്ചത്. നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രണ്ടിടത്തും ആനകളെ തളച്ചത്. അങ്കമാലി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് ലോറി ഡ്രൈവർ വിഷ്ണുവിനെ ചവിട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും ആന പരാക്രമം തുടർന്നു. ആനയെ ഇവിടെ എത്തിച്ച ലോറിയുടെ ഡ്രൈവറാണ് വിഷ്ണു. വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്ത് മണിക്കൂറുകളോളം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന പരിഭ്രാന്തി പടർത്തി. ഒടുവിൽ RRT സംഘവും ഡോക്ടറും എത്തി ആനയെ മയക്കുപിടി വയ്ക്കുകയായിരുന്നു. ശാന്തനായ ആനയെ വടം കെട്ടി തളച്ചു. കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആന ഇപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിൽ ഈ ഏരിയയിലോ ഇവിടെയോ അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തി ആനയെ നിർത്തേണ്ടി വരും. ഇപ്പോൾ ഇഷ്യൂസ് ഉള്ള ആനയാണോ? എന്തെങ്കിലും അസുഖം അങ്ങനെ എന്താ പെട്ടെന്ന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചിട്ടേ ബാക്കി എല്ലാം പറയാൻ പറ്റുള്ളൂ. നട്ടെല്ലിന് പരുക്കേറ്റ പാപ്പാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച വഴുവാടി കാശിനാഥൻ എന്ന ആനയാണ് പാപ്പാനെ ചവിട്ടിക്കൊന്നത്. 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് ദാരുണാന്ത്യം. ആനയെ പിന്നീട് തളച്ചു. 1ാം പാപ്പാൻ അമലിന് പരുക്കേറ്റു. 24 കൊച്ചി, തൃശൂർ. മധ്യകേരളത്തിൽ വേനൽ മഴയിൽ നാശനഷ്ടം. ഇടുക്കി കുമളി മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 10 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്കേറ്റവരെ കുമളി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. പൂയംകുട്ടി റോഡിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് കാറ്റിലും മഴയിലും വീട് തകർന്നു. മാങ്ങാട്ടുപൊയ്കയിൽ ബാബുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. പാലക്കാട് കൊല്ലങ്കോട് വൻ മദ്യവേട്ട. 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി സ്ത്രീ അറസ്റ്റിൽ. വീട്ടിൽ രഹസ്യ അറവുണ്ടാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം കണ്ടെത്തിയത്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, ഇത് വിവരം കിട്ടിയതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണോ ഈ മദ്യം പിടിച്ചെടുത്തത്? ക്രിസ്റ്റീന, കഴിഞ്ഞ 1 മാസത്തോളമായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ മദ്യവുമായി അറസ്റ്റിലായ കൊല്ലങ്കോട് മാഞ്ചിറ കണ്ടഞ്ചിറ സ്വദേശി ശശികല. 1 മാസത്തിലേറെയായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് ഇന്ന് വീട്ടിലേക്ക് എക്സൈസ് സംഘം എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇവിടെ നിന്ന് പിടികൂടിയത്. ഈ സ്ത്രീ ഈ ലോക്കലായിട്ട്, അതായത് പ്രാദേശികമായി ഈ മദ്യം വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള ഒരു വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ 1 മാസമായി എക്സൈസ് സംഘം ഈ സ്ത്രീയെ നിരീക്ഷിച്ചു വന്നിരുന്നത്. അത്തരത്തിൽ ഇന്ന് പരിശോധനയ്ക്കിടെ ഈ തെളിവുമായി തന്നെ, അതായത് മദ്യവുമായി തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തുടർഭരണമോ ഭരണമാറ്റമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികൾ ആകാംക്ഷയിൽ. 100 സീറ്റുമായി അധികാരത്തിലെത്തുമെന്നാണ് UDF നേതാക്കളുടെ പ്രതീക്ഷ. എക്സിറ്റ് ഫലം എന്തായാലും തുടർഭരണമുണ്ടാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കൾ പുലർന്ന് ഉച്ചയോടടുക്കുമ്പോഴേക്കും കേരളം ഏത് മുന്നണിക്കൊപ്പമെന്ന് വ്യക്തമാകും. പെട്ടിയിലായ വോട്ടിനെക്കുറിച്ച് കൂട്ടലും കിഴിക്കലും നടത്തി ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന മുന്നണി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സർവേ ഫലങ്ങളിലെ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റ് നേടി ഭരണം തുടരുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. 4-ാം തീയതി അറിയാൻ പോവുകയാണ്. ഇത്തവണ അധികാരം പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDFന്റെ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലങ്ങളോട് ഇരട്ടിച്ചിട്ടുണ്ട്. സർവേ ഫലങ്ങൾ പരമാവധി 90 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നതെങ്കിൽ അതുക്കും മേലെയാണ് പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ UDFന് മികച്ച വിജയം കേരളത്തിലുണ്ടാകും. 80 മുതൽ 90, ചിലപ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയും
UDF അനുകൂലമായ തരംഗം ഉണ്ടാകുമെങ്കിൽ 100 സീറ്റ് വരെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു കണക്കൂട്ടലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ വോട്ടെണ്ണൽ നടക്കുമ്പോൾ 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് UDF. സർവേയിൽ 14 സീറ്റ് വരെ ലഭിച്ചേക്കാവുന്ന പ്രവചനം NDAയ്ക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. KC വേണുഗോപാലിന് താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ. VD സതീശനെ അനുകൂലിച്ചതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന രീതിയോട് താൽപര്യമില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരാണെന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും പ്രതികരിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച കൂടുതൽ സജീവമായിരിക്കുകയാണ്. ഫലപ്രഖ്യാപനം അടുത്തോടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ പേര് ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് KCക്ക് പിന്തുണ വരുന്നത്. If he is interested, so naturally he has to join the all process. But if the legislature party authorize high command for final decision, then the high command will take a decision. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രതികരണത്തിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പുയർന്നതോടെ ഘടകകക്ഷികൾ ജാഗ്രതയിലാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കക്ഷി ചേരേണ്ടെന്ന അഭിപ്രായമാണ് പൊതുവിൽ ഉയരുന്നത്. ഒരിക്കലും ഘടകകക്ഷികൾ മറ്റൊരു കക്ഷിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ആ രീതിയാണ് RSP പിന്തുടരുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ആരായുകയാണെങ്കിൽ അന്നേരം പാർട്ടി കൂടി ചർച്ച ചെയ്ത് അതിനുള്ള എന്ത് അഭിപ്രായം പറയണമെന്ന് അന്നേരം തീരുമാനിക്കും. VD സതീശന് അനുകൂലമായ പ്രതികരണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെതിരെ നടക്കുന്ന വിമർശനങ്ങളെ തള്ളി KC വേണുഗോപാൽ രംഗത്ത് വന്നു. ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള പാർട്ടി നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്. എന്തായാലും UDFന്റെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരും. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും പോലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് KC വേണുഗോപാലുമെന്ന് മുതിർന്ന നേതാവ് PJ കുര്യനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിൽ വിഷയം പ്രമേയമായി അവതരിപ്പിച്ചു. ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തി മലപ്പുറം എന്ന പേരിലും തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂരങ്ങാടി എന്ന പേരിലും ജില്ലകൾ രൂപീകരിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ പ്രമേയം. ജില്ലാ ആസ്ഥാനമായ മലപ്പുറം നഗരത്തിലേക്ക് ദൂരം കൂടിയതിനാൽ സാധാരണ ജനങ്ങൾക്ക് വിവിധ സർക്കാർ ഓഫീസുകളിൽ എത്തിച്ചേരുന്നതിന് വലിയ സമയം, ചെലവ്, ബുദ്ധിമുട്ട് എന്നിവ നേരിടേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യത്തിൽ ജനകീയ ഭരണവും കാര്യക്ഷമമായ സേവന വിതരണവും ഉറപ്പാക്കുന്നതിനായി മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂരങ്ങാടി ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ജില്ല വിഭജിക്കുന്നതിലൂടെ ഭരണ കാര്യക്ഷമത വർദ്ധിക്കും. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തും. പ്രാദേശിക വികസന അസമത്വം കുറയും തുടങ്ങിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് പറയുന്നു. ഇരുവിഭാഗം സമസ്തയും മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. 24 മലപ്പുറം. കോഴിക്കോട് കുനിങ്ങാട് തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയർഡ് അധ്യാപികയായ പുഷ്പവല്ലിയാണ് മരിച്ചത്. വർഷ ഗിരീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വർഷ, ഈ തനിച്ച് താമസിച്ചിരുന്ന റിട്ടയർഡ് അധ്യാപികയാണെന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇനി എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് ഈ പുഷ്പവല്ലിയുടെ മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിൽ, അതായത് ഇരുനില വീടാണ്, അതിൽ മുകളിലെ നിലയിലെ കിടപ്പുമുറിയിൽ നിലത്തായി കണ്ടത്. 3 ദിവസമായിട്ടും പുഷ്പവല്ലിയെ വീടിന് പുറത്തേക്ക് കാണാത്തതിനെ തുടർന്നാണ് വീടിനോട് സമീപത്ത് ചേർന്നുള്ള സഹോദരൻ വന്ന് നോക്കിയത്. അപ്പോഴാണ് ഈ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സഹോദരനും കുടുംബവുമായിരുന്നു വയോധികയെ നോക്കിയിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി അവർ സ്ഥലത്തില്ലായിരുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചെന്നുള്ള കാരണം വ്യക്തമല്ല. മൃതദേഹത്തിന് കൂടുതൽ പഴക്കമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും സംഭവത്തിൽ ദുരൂഹതയൊന്നും ഇതുവരെ ആയിട്ടില്ല. കാരണം വാതിലെല്ലാം അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് ദുരൂഹതയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി പറയാനാവില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ വയോധികയെ കണ്ടത്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. PV അൻവറുമായുള്ള ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കി ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതി. കേസിൽ പോലീസ് തന്നെ സമീപിച്ചിട്ടില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഇതിനിടെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ IG G ലക്ഷ്മണിനെതിരായ അന്വേഷണം ശാസനയിലൊതുക്കി. മലപ്പുറം SP ആയിരിക്കെ സുജിത് ദാസ് നടത്തിയ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖകളും PV അൻവർ പുറത്തുവിട്ടതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്.
മലപ്പുറം ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് അൻവർ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് സുജിത് ദാസ് അപേക്ഷിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയായിരുന്നു അൻവർ പുറത്തുവിട്ടത്. ADGP MR അജിത് കുമാറിനൊപ്പം സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സമിതിക്ക് മുൻപാകെ മൊഴി നൽകാൻ PV അൻവർ ഹാജരായില്ല. കൂടാതെ വിവാദമായ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഫോൺ ഹാജരാക്കാനും പരാതിക്കാരൻ തയ്യാറായില്ല. പ്രാഥമിക തെളിവുകളുടെ അഭാവത്തിൽ സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. എന്നാൽ സമിതിയെ തള്ളി PV അൻവർ രംഗത്തെത്തി. അന്വേഷണം തള്ളാനുള്ള കാരണമായി പറയുന്ന കാര്യം പച്ചക്കള്ളമാണ്. എന്നോട് ഹാജരാകാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ എന്നെ വരുന്ന് കാണുകയോ എന്നോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് എനിക്കൊരു നോട്ടീസ് അയച്ചു, ഫോൺ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഫോൺ ഹാജരാക്കാൻ കഴിയില്ല ഒരു കാരണവശാലും. കാരണം ഒരു പെറ്റീഷണർ എന്ന നിലക്ക് ആദ്യം എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം, എന്നെ ചോദ്യം ചെയ്യണം, എൻ്റെ മൊഴിയെടുക്കണം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എവിഡൻസാണ് ഈ ഫോണ്. അതേസമയം പുരാവസ്തു തട്ടിപ്പ് കേസിൽ IG ലക്ഷ്മണനെതിരെയുള്ള അന്വേഷണവും സർക്കാർ അവസാനിപ്പിച്ചു. ശാസനയിൽ നടപടികൾ ഒതുക്കിയ ലക്ഷ്മണന് ADGP-ആയി ഉടൻ സ്ഥാനക്കയറ്റം നൽകും. 24. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി H സലാമും സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനും തമ്മിൽ വോട്ടെടുപ്പിന് ശേഷവും വാഗ്പോര് തുടരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം G സുധാകരനെതിരായ കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് LDF സ്ഥാനാർത്ഥി H സലാം പറയുന്നത്. തന്നെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നും തീവ്രവാദമുണ്ട് എന്ന് പറഞ്ഞു പരത്തിയെന്നും H സലാം ആരോപിച്ചു. തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് പറയുന്ന സാഹചര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കേസിൽ അതിലെ പ്രതികളായിരിക്കുന്ന ചില ആളുകൾ എൻ്റെ ബന്ധുക്കളാണ് എന്ന ഗുരുതരമായ പരാമർശം ഉൾപ്പെടെ തെറ്റായ നിലയിലേക്ക് പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് വന്നത്. H സലാം തോൽക്കുമെന്ന് മനസ്സിലായെന്നും തനിക്കെതിരെ തെളിവ് പുറത്തുവിടാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടതില്ലെന്നും G സുധാകരൻ തിരിച്ചടിച്ചു. എന്താ വോട്ട് ഇലക്ഷൻ മുമ്പ് പുറത്തുവിടായിരുന്നേ? ഇലക്ഷൻ കാലത്തല്ലേ ഇത് പുറത്തുവിടേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ അയാൾ അടങ്ങിയിട്ടില്ല ഇപ്പോഴും, അല്ലേ? ഭ്രാന്ത് പിടിച്ച് കണക്കായി ഇപ്പോഴും ഇതുവരെ അടങ്ങിയിട്ടില്ല. റിസൾട്ട് വരാനിരിക്കുന്ന ഇടം തോക്കുമെന്ന് മനസ്സിലായോ? അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംഘർഷത്തിന് നീക്കം നടന്നുവെന്നും ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും G സുധാകരൻ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയായ H സലാമിന് വേണ്ടി അമ്പലപ്പുഴയിൽ പ്രവർത്തിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി G സുധാകരനെ തരം താഴ്ത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.